ഹലോ സമീർക്ക, ഇറച്ചെല്ലാം തിന്നാ സന്തോഷായില്ലേ? ആ കേടാണ് ഈ കാണുന്നത്. അല്ല, അന്നെ അറിയാരും കണ്ടില്ലേ? തൽക്കാലം രക്ഷപ്പെട്ടുക്കാ. എന്ത് സമീർക്ക, നടത്തത്തിന് പ്രയാസം പോലെ? മറ്റേത് പിന്നെയും വന്നിടോ. ആ പോത്തർച്ച കൂട്ടിട്ട് ആകെ പ്രശ്നമായി. മറ്റേതാ ആടോ, ആ മൂലക്കുരുവേ. കുട്ടിങ്ങല്ലേ മീർക്ക, ഇങ്ങോട്ട് കേറിങ്ങള്. ഇതിപ്പോ ഒന്ന് നോക്കട്ടെ എന്നും കൂടി പറയാൻ പറ്റാത്ത സ്ഥലത്തായി പോലെ മീർക്ക. സമീർക്ക, കോഴിക്കോട് നല്ലൊരു ഡോക്ടർ ഉണ്ടെന്നു, അവിടെ കാണിക്കുക. ഒരു 4-5 ദിവസത്തിനുള്ളിൽ സംഗതി ക്ലിയർ ആവും. നേരാവണ്ണം തൂറാൻ പറ്റിയെങ്കിൽ പിന്നെ ആളെന്തിനാണോ? ഇജി ആ അഡ്രസ് ഒന്ന് പറഞ്ഞാട്ടിക്ക, ഞാൻ രാവിലെ തന്നെ പോയിക്കോളാം. അപ്പൊ തൂറാനും പറ്റണില്ലേ? എല്ലാം ഉണ്ണിയെ, ഈ മൂലക്കുരി എവിടെയാന്ന് തന്നെ വിചാരം? അല്ല, എന്താണ് രണ്ടാളും കൂടി ഒരു രഹസ്യം പറിച്ചില്? ഏടോ സമീർക്കും പൈസോ ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റാ. A+ അല്ലേ? A+ടാ പൈസ. മൂലക്കുരു മൂലക്കുരുവാ. ഒരു സൂപ്പർ ഡോക്ടർ ഉണ്ട് തൃശ്ശൂര്, അയാൾക്ക് സാധനം കണ്ടാ മതി. എന്ത് മൂല? കുറച്ച് മരുന്നുകൊണ്ട് സംഗതി കണ്ട് ക്ലിയർ ആവും. എത്ര അനുഭവങ്ങളുണ്ട് സമീർക്ക, നിങ്ങൾ ഒന്നുകൊണ്ട് ബേജാറാവണ്ട. എന്നാ നമുക്ക് രാവിലെ തന്നെ തൃശ്ശൂർക്ക് പോയാലോ? എന്താണ് മൂന്നാൾ കൂടി ഒരു ചർച്ച? ഇവിടെ സമീർക്കാക്ക് മൂലക്കുരുവാണ് ഈ അറിഞ്ഞില്ലേ? ഇതെല്ലാം ചോപ്പുകൊണ്ടൊക്കെ ഇറങ്ങിക്കുന്നത്. ഇതെല്ലാം സ്ഥിരാക്കി ഗുളികള്. അതെന്താ എനിക്ക് അങ്ങനെ ഒരു വർത്താനോ? ഞാൻ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ഉപദേശം പറഞ്ഞുതരാം. കഴിയുന്നൊന്ന് കൂറായിരിക്കുക. പിന്നെ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും ഉള്ളം കൈയിട്ടൊന്ന് മെല്ലെ ഇങ്ങനെ പൊട്ടിപ്പിടിച്ചെടുക്കുക. ആകെപ്പാട്ട് സമീർക്കാം, വയനാടുണ്ട് ഒരു വൈദ്യര്, കംപ്ലീറ്റ് പച്ചമരുന്നേറ്റ മൂപ്പരെ കളി. ഒരു 10 ദിവസം കൊണ്ട് കംപ്ലീറ്റ് അവിടുത്തെ ക്ലിയർ ആക്കി. എല്ലാ മൂല അവിടെ ഉണ്ടാവൂലേ? എല്ലടോ, അപ്പൊ നാളെ രാവിലെ വയനാട് കണ്ട് വിട്ടാലോ? ആകെ ഒരു മൂലക്കുരു കൊണ്ട് 3-4 ഡോക്ടർമാരും ഉണ്ട്. ഇത് എന്തൊക്കെ ആയിത്തീരാ നിനക്കൊരു ഐഡിയ ഇല്ല. സമീർക്ക, നിങ്ങൾ വയനാട്ടിലേക്ക് പോയിക്കോളൂ. നിങ്ങൾ അസുഖം മാറണ നിങ്ങൾ വയനാട്ടിലേക്ക് പോയി. എന്റെ പൊന്നാർ സമീർക്ക, ആകെ ലോക തട്ടിപ്പാ, പച്ചമരുന്ന് പിയ്യല്. എന്താ എനക്ക് ചങ്ങായി, അയാൾ വയനാട് പോയിട്ട് പോയി പണി നോക്ക്. നിങ്ങൾ തൃശ്ശൂർക്ക് പോയിക്കോളിന്റെ പൊന്നാര സമീർക്ക, അതല്ലേ നിങ്ങൾക്ക് സമീർക്ക, നിങ്ങൾക്കിത് മാറണ കോഴിക്കോടക്ക് വിട്ടോളി. അതെ, എനിക്ക് നല്ലൊരു സമാധാനം ഉണ്ട് ഇപ്പൊ. ഇനി അതിനു വേണ്ടിട്ട് നിങ്ങൾ തല്ലുവിടണ്ട.